ലോക്കപ്പ് മർദ്ദനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കമിട്ട് പറഞ്ഞപ്പോൾ പഴയ പലർക്കും പൊള്ളിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നിപ്പോ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള AK ആന്റണി വിശ്രമ ജീവിതത്തിന്റെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയത്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പലർക്കും പുറത്ത് ചാടേണ്ടി വരും. പക്ഷേ ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിടത്തും ശിവഗിരി വിഷയവും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു അഭിപ്രായവും പറഞ്ഞിരുന്നില്ല. പക്ഷെ സഭയിലെ മറ്റംഗങ്ങൾ അതിനെ സംബന്ധിച്ച് അന്ന് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സുധാകരൻ ഇപ്പോ ഖേദം പ്രകടിപ്പിക്കുകയും ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി അന്ന് സുധാകരൻ ആ നരനായാട്ടിനെ കുറിച്ച് പറഞ്ഞ വാചകമൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. 21 വർഷമായിട്ട് പിന്നെയും തന്നെ ആവർത്തിക്കുകയാണ്. ഇതൊരു മെസ്സേജാണ്. ഒരു കുട്ടിയെ തല്ലുന്നത് കണ്ടിട്ടില്ല, ഒരു സ്ത്രീയെ തല്ലുന്നത് കണ്ടിട്ടില്ല. അതിനകത്ത് മിക്കവാറും തല്ലിയവരെയൊക്കെ മുട്ടിന് താഴെ മാത്രമാണ് പോലീസുകാർ തല്ലിയത്. മുട്ടിന് താഴെ മാത്രമാണ്. ഇത്ര മാത്രം പ്രൊവോക്കേറ്റീവായ ഒരു സ്ഥലത്ത് വെടിവെച്ചിട്ട് ഒരു ആദിവാസി മാത്രമേ മരിച്ചു പോകുന്നു. പന്തം കൊടുത്ത് നിന്നവനാ വെടികൊണ്ടത് പറയുന്ന കണ്ണൂർ സിംഗം. ഇതൊക്കെ ആയിരുന്നു ഇവിടത്തെ പോലീസ് നരനായട്ടുകൾ അല്ലെങ്കിൽ പോലീസ് രാജ്. ഇങ്ങനെ പോലീസിനെ കയറൂരി വിട്ടിരുന്നവരാണ് ഇന്ന് പിണറായി വിജയന്റെ പോലീസിനെ കുറിച്ച് കുറ്റം പറയുന്നത്. പോലീസ് മർദ്ദനത്തിന്റെ ക്രൂരമായ എപ്പിസോഡുകൾ ഒരുപക്ഷെ അന്ന് CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇവർക്ക് വായ് തുറക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരിക്കലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതര രാഷ്ട്രീയ കക്ഷികളോടോ ഇടതുപക്ഷത്തെ പ്രവർത്തകരോയോ ഇല്ലാതാക്കാൻ വേണ്ടി പോലീസിനെ മർദ്ദന ഉപകരണമായി ഉപയോഗിച്ച കാലഘട്ടത്തെക്കുറിച്ചൊക്കെ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് പുറത്തിറങ്ങി നിന്ന് തൃശ്ശൂരിലെ ഒരു തെളിവ് വെച്ച് പോലീസുകാരെ കടന്നാക്രമിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഇവരാരും മാലാഖമാരായിരുന്നില്ല എന്ന് തിരിച്ചറിയേണ്ടതും അതിന് നേതൃത്വം കൊടുത്തവർക്ക് ഇന്നിപ്പോ പശ്ചാത്താപം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വിമർശനം കേട്ടപ്പോൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അതിന് മറുപടി പറയേണ്ട കാലം വന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ.